ഏവർക്കും കല്ലാധുനി ന്യൂസിലേക്ക് സ്വാഗതം. ഹരിയാനയിൽ വൻ ഇ.ഡി. റെയ്ഡ്. ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ സ്നേഹക്കൂടാരങ്ങളിലാണ് വ്യാഴാഴ്ച മുതൽ റെയ്ഡ് നടക്കുന്നത്. ഖനി വ്യവസായിയും സോനിപത്ത് എം.എൽ.എയുമായ സുരേന്ദർ പൻവാറിൻ്റെ വീട്ടിലും ഇതര സ്ഥലങ്ങളിലുമാണ് 20 വാഹനങ്ങളിലായെത്തിയ ഇ.ഡി. അധികാരികൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം.എൽ.എയുടെ കൂട്ടാളിയായ ദിൽബാഗ് സിംഗിൻ്റെ താവളങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പിടിച്ചെടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കണ്ടാൽ ജനങ്ങൾ ഞെട്ടിയെന്നിരിക്കും. 100-ലേറെ അത്യാധുനിക തോക്കുകൾ, വെടിയുണ്ടകൾ, 300-ലേറെ കൂടിയ ഇനം മദ്യക്കുപ്പികൾ, ലഹരി മരുന്നുകൾ, 5 കോടി രൂപയുടെ കറൻസി, 5 കിലോ സ്വർണ്ണക്കട്ടികളുമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പരിശോധന തുടരുകയാണ്. 2013 രജിസ്റ്റർ ചെയ്ത കേസ് പ്രകാരമാണ് റെയ്ഡ് നടക്കുന്നത്. ഈ പിടിച്ചെടുക്കപ്പെട്ട തോക്കടക്കമുള്ളവ ഒന്നും ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്തതല്ല, കോൺഗ്രസിൻ്റെ സ്നേഹക്കടയിൽ നിന്ന് പിടിച്ചെടുത്തവയാണ്. കോൺഗ്രസിൻ്റേത് സ്നേഹക്കടയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അത് സ്നേഹത്തിൻ്റെ കടയല്ല, വിദ്വേഷത്തിൻ്റെ കടയായിരുന്നു. ഹരിയാനയിലെ ക്ഷേത്ര ചടങ്ങിൽ വെടിവയ്പ്പും കൊലയും ഉണ്ടായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അതിലും പ്രധാന പ്രതി ഒരു കോൺഗ്രസ് എം.എൽ.എ ആയിരുന്നു. അയാളും രാഹുലിൻ്റെ അനുയായി എന്ന വാർത്തയുണ്ടായിരുന്നു. മറ്റൊരു സംസ്ഥാനത്ത് രാഹുലിൻ്റെ അനുയായി കോൺഗ്രസ് എം.പിയുടെ പക്കൽ നിന്ന് 353 കോടി രൂപ പിടിച്ചെടുത്തതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാ കള്ളപ്പണക്കാരും ആയുധക്കടത്തുകാരും കലാപകാരികളുമാണോ? ഭാവി പ്രധാനമന്ത്രി എന്ന് മുദ്രകുത്തി നടക്കുന്ന, അന്യായ യാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ അനുചര വൃന്ദം എന്നത് രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന സംഗതിയാണ്. ന്യൂസ് ഡെസ്ക് കല്ലാധുനി ന്യൂസ്.